അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആഘോഷ പരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിയാതെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 50 ദിവസമായി അവർ കിടക്കുകയാണ്. ഇപ്പോൾ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു സമരമുറയിലേക്ക് കടക്കുന്നു. നമുക്ക് കൂടുതൽ ആശമാരുടെ പ്രതികരണങ്ങൾ തേടാമെന്ന് തോന്നുന്നു. ഹാൻസ് അവിടെ നിന്നും. തീർച്ചയായും ലക്ഷ്മി ചേച്ചി മുടിമുറിച്ച് ഞങ്ങൾ പ്രതിഷേധം നടത്തുകയാണ്. ഇത്തരം ദിവസമായിട്ടും സമരം തുടരേണ്ടി വരുന്നു. സർക്കാർ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ മുടി എല്ലാ പെണ്ണുങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് മുടി. കുറച്ചായാലും കൂടുതലായാലും അത് നമ്മൾ മുറിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ വിഷമം സർക്കാർ മനസ്സിലാക്കിയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ആണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ സമരത്തിലോട്ട് നമ്മൾ മാറൂലായിരുന്നു. ഞങ്ങൾ പല സമരത്തിലും കൂടി ഞങ്ങൾ ഇന്ന് 50ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും നമ്മളെ സംഘാടകരെ വിളിച്ച് നമുക്കൊരു നല്ല ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ആശമാർക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യൂലായിരുന്നു. അത് ചെയ്യാത്ത പക്ഷം ഞങ്ങൾ മുടി മുറിക്കാൻ തീരുമാനിച്ചു. എല്ലാ ആശമാരും മുടി മുറിക്കാൻ തന്നെ സർക്കാർ കണ്ണു തുറന്ന് ഇതിലൊരു സമവായ നീക്കം ഉണ്ടാകണം അല്ലേ? സർക്കാർ കണ്ണു തുറക്കണം. ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി കണ്ണു തുറന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. ഈ പറഞ്ഞില്ലേ, സ്ത്രീകൾ ഒരിക്കലും മെമ്മറി മുടിച്ച് ആരും അംഗീകരിക്കില്ല. പക്ഷേ ഞങ്ങൾ ഈ അവസ്ഥയിൽ കൊണ്ടുപോയി ഈ സർക്കാരാണ്. ഇതിനെങ്കിലും അവർ നിങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുടി മുറിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. അത് തന്നെയാണ് തീരുമാനം. ഞങ്ങൾ ഈ മുടി മുറിച്ച് ഞങ്ങൾക്ക് ഇനി ഇതേ ഉള്ളു ചെയ്യാൻ. ഇത്രയും നാളിൽ ഇന്ന് 50 ദിവസമായി ഈ സർക്കാർ കണ്ണ് തുറക്കാതിരിക്കുമ്പോൾ ഇനി നമ്മുടെ അവസാനത്തെ ഇതാണ് തീരുമാനം. ഇത് മുടിയല്ല മുറിക്കുന്നത്, ഞങ്ങളുടെ തലയാണ് മുറിക്കുന്നത്. മുടിയല്ല ഞങ്ങൾ മുറിക്കുന്നത്. ഇതെങ്കിലും അവർ കാണണം. ഇതും കണ്ടില്ല എങ്കിൽ അവർ വന്ന് ഞങ്ങളുടെ തല വിട്ടിട്ട് അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് മാറുള്ളൂ. മരിച്ചാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. ഞങ്ങൾ നിത്യവർത്തിക്കുള്ള പൈസ മാത്രമാണ് ചോദിക്കുന്നത്. ദൂർത്തടിക്കാനോ ഞങ്ങൾക്ക് വാരിക്കൂട്ടി ഇടാനോ സമ്പാദിക്കാനോ അല്ല. ഞങ്ങൾ നിത്യവർത്തി, ഞങ്ങളുടെ കുട്ടികളെ അന്വേഷിക്കാൻ നിത്യവർത്തി കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഈ ആവശ്യം ഉന്നയിച്ചത്. അതിന് മനഃപൂർവ്വം എന്ന് വെച്ചാൽ ഞങ്ങളോടുള്ള വൈരാഗ്യം പോലെ ഇപ്പോൾ ഈ സർക്കാർ ഞങ്ങൾക്ക് ഈ പൈസ അനുവദിക്കാത്തത്. അല്ലാതെ അവർ ഖജനാവിൽ പണം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. അവർ മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കുന്നതാണ്. ഈ ദ്രോഹം അവസാനിക്കണമെങ്കിൽ ഇതിലൂടെ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഈ ഒരു സമരത്തോടുകൂടി സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്ന പ്രതീക്ഷയുണ്ട്. ഇല്ല, ഞങ്ങളെ ചർച്ചയ്ക്ക് ഇതുവരെയും നേരാവണ്ണം ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പ്രഹസനത്തിന് വേണ്ടി വിളിക്കുക. അവിടെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യണം. അല്ലാതെ നേരിട്ട് ഒരു ചർച്ച നടത്തിയെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇത് പരിഹരിക്കാനേ ഉള്ളൂ. പക്ഷെ ഇത് മനഃപൂർവ്വം പല പഞ്ചായത്തുകളിൽ നിന്നും അവര് ഫണ്ട് അനുവദിച്ചിട്ട് പോലും സർക്കാർ അത് അനുവദിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ധാർഷ്ട്യമായിട്ട് ഞങ്ങളുടെ വൈരാഗ്യ ബുദ്ധി കാണിക്കുകയാണ്. ലക്ഷ്മി, അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർക്കാർ വളരെ ശത്രുതാപരമായ നിലപാടാണ് തങ്ങളോട് കാണിക്കുന്നത്. സർക്കാർ വിചാരിച്ചാൽ വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. പക്ഷേ സർക്കാർ അതിനൊരു നീക്കം നടത്തുന്നില്ല എന്നുകൂടി പറയുന്നു. എന്തായാലും മുടിമുറിക്കൽ സമരം അതിന്റെ ആരംഭത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സമരസമിതി നേതാവായിട്ടുള്ള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടെയായിട്ടുള്ള മിനിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവർ ഈ ആശാപ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ആശാപ്രവർത്തക സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ പൊതുവെ മുടി വെട്ടാറില്ല. പക്ഷേ അവരപേക്ഷിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഉണ്ടായത്. വളരെ